നല്ല ചൂട് ചോറിൻ്റെ കൂടെ ദാണ്ട ഇങ്ങനൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മുളക് തൈര് കറി. ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മുളക് തൈര് കറി നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൗളിനകത്തിലോട്ട് 500 ml നല്ല പുളിയുള്ള കട്ട തൈരങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീട്ടിൽ അംഗങ്ങൾ കൂടുതലാണെങ്കിൽ എടുക്കുന്ന തൈരിൻ്റെ അളവും കൂട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കാം. ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി ഇത്തരത്തിൽ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് മിക്സിയുടെ അരയ്ക്കുന്ന ജാറിനകത്തിലോട്ട് 10-20 ചെറിയ ഉള്ളിയും 7-8 വെളുത്തുള്ളി അല്ലിയും ഒരു കഷ്ണം വലിയ ഇഞ്ചി 4ആയിട്ട് മുറിച്ചതും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങോട്ട് അരിഞ്ഞു പോകാനായിട്ട് പാടില്ല. ഇടികല്ലിനകത്തിലിട്ട് ചതച്ചെടുത്താലും മതി. മിക്സിയിലാകുമ്പോൾ പണി വളരെ എളുപ്പമായിരിക്കും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പാചകം തുടങ്ങാം. അതിനായിട്ട് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള പച്ചമുളകാണ്. അതൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരുപാട് എടുക്കരുത്, കാരണം നല്ല എരിവായിരിക്കും. എടുത്താൽ മാത്രം പോരാ, ഇതുപോലൊന്ന് പച്ചമുളക് നടുകൊന്ന് വരഞ്ഞു കൊടുക്കണം. മുറിച്ച് കളയരുത്, ഒന്ന് വരഞ്ഞു കൊടുത്തേച്ചാൽ മാത്രം മതി. ഇങ്ങനെ വരച്ചെടുത്ത് മുഴുവനും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അതാണ്ട് പരിപാടി ഇവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം. കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും പിന്നെ നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കാം. പച്ചമുളക് ഒരുപാട് അങ്ങോട്ട് വഴറ്റി കളയരുത്. ഇതിൻ്റെ പുറംഭാഗം ഒന്ന് മാറി വരും. ആ സമയത്ത് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ഒരുപാട് വാരി വലിച്ചിടരുത്, തൈരിനകത്ത് നമ്മൾ ചേർത്ത് കൊടുത്താണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിനൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കാം. പച്ചമുളക് ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കിട്ടണം. ഈ സമയത്ത് നമുക്ക് നേരത്തെ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ, ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും, ആ സംഭവം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു കളറൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തുമ്പോഴത്തേക്കിനും ഇനി ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ മല്ലിയിലയാണ്. അത് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം ചേർത്തച്ചാൽ മതി. ഇനിയിപ്പോൾ മല്ലിയില ഇഷ്ടമല്ലാത്ത ആളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ ഈ ഒരു മുളക് തൈര് കറിയിൽ മല്ലിയില മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ കായപ്പൊടിയോടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുള്ള തൈരുണ്ടല്ലോ, അതുകൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തൈരിനകത്ത് വെള്ളം ഒരു തുള്ളി പോലും ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ. അതേപോലെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീടിട്ട് ഒരുപാട് സമയത്ത് തിളപ്പിക്കരുത്. 1-2 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ തവി വെച്ചിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് തൈര് കറി ദാണ്ട് ഇങ്ങനെ അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരും. എത്ര പെട്ടെന്നറിയാമോ ഇങ്ങനൊരു സംഭവം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മുളക് തൈര് കറി. ഈ മുളക് ഇതിനകത്തിൽ വെറുതെ ഇട്ടേക്കുന്നതല്ല, നമ്മൾ ചോറ് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് ആ ഒരു മുളക് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമേ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ മാത്രമല്ല, കപ്പ പുഴുങ്ങിയെടുത്തോണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടും